ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു നൈനാജോയ് വ്ളോഗ്സ്. എല്ലാവർക്കും സുഖാണല്ലോ. ഇന്നത്തെ നമ്മുടെ റെസിപ്പി കടലപ്പരിപ്പ് പ്രഥമനാണ്. സദ്യകളിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത പലരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള ഒന്നാണ് കടലപ്പരിപ്പ് പ്രഥമൻ. വളരെ രുചികരമായിട്ട് ഇതെങ്ങനെ തയ്യാറാക്കിയെടുക്കാമെന്ന് നോക്കാം. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമ്മുടെ കടലപ്പരിപ്പ് പ്രഥമൻ തയ്യാറാക്കാൻ കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഞാനിവിടെ 300 ഗ്രാം കടലപ്പരിപ്പാണ് എടുത്തിരിക്കുന്നത്. ചെറുപയർ പരിപ്പോ സാമ്പാർ പരിപ്പോ ഒന്നും പായസം വയ്ക്കാൻ വേണ്ടി എടുക്കരുത്. ഈ ഒരു പരിപ്പ് നല്ല രീതിയിൽ കഴുകിയിട്ട് ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. കുക്കറിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യൊന്ന് ചൂടായി വരുമ്പോഴേക്കും ഇതിലേക്ക് കടലപ്പരിപ്പ് കഴുകിയെടുത്തിരിക്കുന്നത് ചേർത്ത് കൊടുക്കാം. ഫ്ലെയിം ഒന്ന് മീഡിയത്തിൽ വച്ചിട്ട് നല്ല രീതിയിൽ വറുത്തെടുക്കാവുന്നതാണ്. ഇതുപോലെ നമ്മൾ വറുത്ത് പായസം തയ്യാറാക്കുന്നതാണ് കൂടുതൽ രുചികരം. വറുക്കാതെയും തയ്യാറാക്കാവുന്നതാണ്. ടേസ്റ്റ് കൂടുതലായി തോന്നുന്നത് കടലയുടെ പച്ച ടേസ്റ്റൊക്കെ മാറി വറുത്ത് തയ്യാറാക്കുമ്പോഴാണ്. ഇതാ നമ്മൾ ഇതുപോലെ വറുക്കാൻ തുടങ്ങിയിട്ട് 3 മിനിറ്റ് വരെ ആയിട്ടുണ്ട്. നല്ല രീതിയിൽ തന്നെ ചൂടായി ഒന്ന് മൊരിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ഈ സമയം നമുക്കിത് വേകാൻ വേണ്ട വെള്ളം ചേർക്കാവുന്നതാണ്. ചൂടുള്ള വെള്ളം വേണം ഇതിലേക്ക് ചേർക്കാൻ വേണ്ടി. ഏകദേശം 3 ഗ്ലാസ് വെള്ളം ചേർക്കാവുന്നതാണ്. വെള്ളം ചേർത്തിട്ട് എല്ലാം കൂടെ നല്ല രീതിക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് മീഡിയത്തിൽ വെച്ചിട്ട് 5 വിസിൽ വരുന്നത് വരെ വെയിറ്റ് ചെയ്യാവുന്നതാണ്. ഹൈ ഫ്ലെയിമിൽ വെക്കരുത്, എങ്കിൽ പരിപ്പ് വേഗത്തില്ല. നമുക്ക് 5 വിസിൽ വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഇതിപ്പോൾ 5 വിസിൽ വന്നിട്ടുണ്ട്. ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ തന്നെ തുറന്നു നോക്കാൻ നിൽക്കരുത്. ഇത് കംപ്ലീറ്റ് പ്രഷറൊക്കെ ഒന്ന് പോകട്ടെ, അതിനുശേഷം നമുക്ക് തുറന്നു നോക്കാം. ഇവിടെ ഇപ്പോൾ കംപ്ലീറ്റ് പ്രഷറൊക്കെ പോയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് തുറന്നു നോക്കാവുന്നതാണ്. നല്ലതുപോലെ തന്നെ സോഫ്റ്റ് ആയിട്ട് പരിപ്പെല്ലാം വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇതിനി നമുക്ക് ചെറുതായി ഒന്ന് ഉടച്ചു കൊടുക്കാവുന്നതാണ്. ചിലർക്ക് പരിപ്പെല്ലാം സ്മൂത്ത് പോലെ വെന്തിട്ടുണ്ടാകണം. എങ്കിൽ മാത്രം മിക്സിയുടെ ജാറിലിട്ട് പകുതി അളവ് മാറ്റിയിട്ട് ബാക്കി അരച്ച് ചേർക്കാവുന്നതാണ്. കംപ്ലീറ്റ് അരച്ച് ചേർക്കരുത്. പരിപ്പിടയ്ക്ക് കടിക്കാനൊക്കെ ഉണ്ടാകണം. എങ്കിൽ മാത്രമേ പരിപ്പ് പായസത്തിന്റെ കറക്റ്റ് ടേസ്റ്റ് കിട്ടത്തുള്ളൂ. ഞാനിവിടെ മിക്സിയിൽ അരച്ചെടുക്കുന്നില്ല, ജസ്റ്റ് ഒന്ന് ഉടച്ചു കൊടുക്കുന്നേ ഉള്ളൂ. ഇനി ഇതൊന്ന് മാറ്റി വെച്ചിട്ട് ശർക്കര പാനി തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 500 ഗ്രാം ശർക്കരയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഞാനിവിടെ പാക്കറ്റിൽ പൊടി ശർക്കരയാണ് വാങ്ങിയിട്ടുള്ളത്. ഇതിലേക്ക് 1 ഗ്ലാസ് വെള്ളം ചേർത്ത് ഇതൊന്ന് നല്ലതുപോലെ ഉരുക്കിയെടുക്കാം. ഇവിടെ ഇപ്പോൾ ശർക്കരയൊക്കെ നല്ലതുപോലെ ഉരുക്കി കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് ഒരു അരിപ്പയിലൂടെ ഒന്ന് അരിച്ചെടുക്കാവുന്നതാണ്. ഇനി നമുക്ക് പായസം തയ്യാറാക്കാനായിട്ട് ഉരുളി അടുപ്പത്ത് വെച്ച് കൊടുക്കാം. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ചേർക്കാവുന്നതാണ്. നെയ്യ് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ചെറുതായി അരിഞ്ഞെടുത്ത തേങ്ങാ കഷ്ണങ്ങൾ 2 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. നല്ല തിന്നായിട്ട് കനം കുറച്ചരിയാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. തേങ്ങയുടെ കളറൊക്കെ ലൈറ്റ് ആയിട്ടൊന്ന് മാറി തുടങ്ങട്ടെ. തേങ്ങാ കഷ്ണങ്ങളെല്ലാം നന്നായി മൊരിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് കോരി മാറ്റാം. അടുത്തതായിട്ട് അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടെ നമുക്ക് വറുത്തെടുക്കാം. കൂടുതൽ ചേർക്കണമെന്ന് ഇഷ്ടമുള്ളവർക്ക് കൂടുതൽ ചേർക്കാവുന്നതാണ്. ഇവിടെ ഇത് ആയിട്ടുണ്ട്. ബാക്കി വന്ന ഈ നെയ്യിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് മാറ്റി വെച്ചിരുന്ന പരിപ്പ് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ചേർത്ത് കൊടുത്ത ഉടനെ തന്നെ ഇളക്കി കൊടുക്കാം. ഇതൊന്ന് നന്നായിട്ട് തിളച്ചു വരട്ടെ. പരിപ്പെല്ലാം നന്നായി തിളച്ചു വന്നിട്ടുണ്ട്. ഈ സമയം 1 കപ്പ് ചവ്വരി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ചവ്വരി വേവിച്ചാണ് ചേർക്കുന്നത്. അല്ലാതെ ചേർക്കുകയാണെങ്കിൽ നിങ്ങൾ 1 മണിക്കൂർ കുതിർത്തെടുത്ത് ചേർക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ശർക്കര ചേർത്ത് കൊടുത്താൽ ചവ്വരി വേഗത്തില്ല. ചെറുതായി ഒന്ന് വെന്ത് കിട്ടും, എന്നല്ലാതെ കംപ്ലീറ്റ് വേഗത്തില്ല. ചവ്വരിയും കൂടെ ചേർത്ത് നല്ലതുപോലെ തന്നെ ഇളക്കി കൊടുക്കാം. കൈയെടുക്കാതെ ഇളക്കി കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതൊന്ന് തിളച്ചു വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഈ സമയത്ത് നന്നായി തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് അരിച്ചു വെച്ചിരിക്കുന്ന ശർക്കര പാനി ചേർത്ത് കൊടുക്കാം. ശർക്കര പാനി ചേർത്ത് എല്ലാം കൂടെ നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം.
നമ്മൾ എടുക്കുന്ന ശർക്കര കറുത്ത ശർക്കരയാണെന്നുണ്ടെങ്കിൽ പായസത്തിൻ്റെ കളർ കുറച്ച് കൂടുതലുണ്ടാകും. വെള്ള കളർ ശർക്കരയാണെങ്കിൽ ലൈറ്റ് കളർ ആയിരിക്കും കിട്ടുന്നത്. ശർക്കരപ്പാനി ചേർത്ത് 3-4 മിനിറ്റ് ഒന്ന് തിളപ്പിക്കണം. ഇതാ ഇങ്ങനെ തിളയ്ക്കാൻ തുടങ്ങിയിട്ട് 3 മിനിറ്റോളം ആയിട്ടുണ്ട്. കൈയെടുക്കാതെ തന്നെ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം. പായസം അടുക്കി പിടിച്ചാൽ ടേസ്റ്റ് പാടെ മാറിപ്പോകും. ഫ്ലെയിം എപ്പോഴും മീഡിയം ഫ്ലെയിമിൽ തന്നെയാണ് വയ്ക്കേണ്ടത്. ഇതുപോലെ കുറുകി വരുമ്പോഴേക്കും തേങ്ങാപ്പാൽ ചേർക്കാവുന്നതാണ്. 2ാം തേങ്ങാപ്പാലാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഏകദേശം 3 ഗ്ലാസോളം ഉണ്ട്. അത്യാവശ്യം വലുപ്പമുള്ള ഒരു തേങ്ങയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. തേങ്ങാപ്പാലും ചേർത്ത് കൊടുത്ത് എല്ലാം കൂടെ തന്നെ നല്ല രീതിക്ക് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം. ഇതിപ്പോ നന്നായി തിളച്ചു തുടങ്ങിയിട്ടുണ്ട്. തിളച്ചു തുടങ്ങി ഒരു 10 മിനിറ്റ് എങ്കിലും കൈയെടുക്കാതെ ഇളക്കി കൊടുക്കണം. 2ാം തേങ്ങാപ്പാൽ കുറച്ച് കൂടുതൽ തന്നെ ചേർക്കണം. സമയം എടുത്ത് തന്നെ ഇളക്കി കുറുക്കിയെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. തിളയ്ക്കാൻ തുടങ്ങിയിട്ട് കുറച്ചധികം സമയമായിട്ടുണ്ട്. നന്നായി ഒന്ന് കുറുകി തുടങ്ങുമ്പോൾ തേങ്ങയുടെ 1ാം പാൽ ചേർത്ത് കൊടുക്കാം. ഇതുപോലെ കട്ടി തേങ്ങാപ്പാലാണ് ചേർക്കേണ്ടത്. എല്ലാം കൂടെ നല്ലതുപോലെ വീണ്ടും ഇളക്കി കൊടുക്കാവുന്നതാണ്. 1ാം തേങ്ങാപ്പാൽ ചേർത്താൽ തിളയ്ക്കേണ്ട ആവശ്യമില്ല. ഒന്ന് ചൂടായി കിട്ടിയാൽ മതിയാകും. ഇവിടെ ഇപ്പോൾ ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഏലക്കായും ചുക്കും കൂടെ പൊടിച്ചത് 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം. 1 പിഞ്ച് ഉപ്പും കൂടെ ചേർക്കാം. ഇനി ഫൈനലായിട്ട് വറുത്ത് വച്ചിരിക്കുന്ന തേങ്ങാക്കൊത്തും അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇത്രയും ആയിക്കഴിഞ്ഞാൽ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള കടലപ്പായസം റെഡി ആയിട്ടുണ്ട്. കടലപ്പായസം ഇരിക്കും തോറും തണുത്ത് വരുമ്പോൾ കുറുകി വരും. തീരെ കട്ടിയായാൽ തിളച്ച വെള്ളം ചേർത്ത് കൊടുത്താൽ മതിയാകും. തേങ്ങാപ്പാൽ ചേർക്കേണ്ട ആവശ്യമില്ല. അല്പം കടലപ്പായസവും പപ്പടവും പഴവും ഉണ്ടെങ്കിൽ പിന്നെ പറയേണ്ട ആവശ്യമില്ല. ഉറപ്പായും ഈ വരുന്ന ഓണത്തിന് അല്ലെങ്കിൽ സ്പെഷ്യൽ ദിവസങ്ങളിൽ ഇതുപോലൊരു പായസം തയ്യാറാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ മറക്കാതെ അറിയിക്കണേ. എല്ലാവർക്കും ഇഷ്ടമാകും. ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി കാണുന്നതുവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.